ശ്രീകൃഷ്ണ ഭഗവാനെക്കുറിച്ച്, പ്രത്യേകിച്ചും ഉണ്ണികൃഷ്ണനെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ഗുരുവായൂരെയും അമ്പലപ്പുഴയിലെയും ക്ഷേത്രങ്ങളാണ് ആദ്യം മനസ്സിലെത്തുക. എന്നാൽ ഉണ്ണിക്കണ്ണൻ ഒരമ്മയുടെ വാത്സല്യം നുകർന്ന് ഓടിക്കളിച്ച് ജീവിച്ച ഒരിടം ഉണ്ടായിരുന്നു. അതായിരുന്നു കുറൂരമ്മയുടെ വാസസ്ഥാനമായിരുന്ന വെങ്ങിലശ്ശേരി എന്ന ഗ്രാമം. വെങ്ങിലശ്ശേരിയിലെ കുറൂർ മനയിൽ ഒരു നമ്പൂതിരി ഉണ്ടായിരുന്നു. അദ്ദേഹം തൃശൂർ ബ്രഹ്മസ്വം മഠത്തിലെ വേദാധ്യാപകനായിരുന്നു. അല്പം പ്രായമായപ്പോഴാണ് വേളിക്കാര്യത്തെപ്പറ്റി നമ്പൂതിരി ഓർമ്മിച്ചത്. അങ്ങനെ അദ്ദേഹം പുറയന്നൂർ മനയിലെ ഗൗരി അന്തർജനത്തെ വേളി കഴിച്ച് കുറൂർ മനയിലേക്ക് കൊണ്ടുവന്നു. എപ്പോഴും കൃഷ്ണഭക്തിയിൽ ആറാടിയിരുന്ന മനസ്സായിരുന്നു ഗൗരിക്ക്. അതുകൊണ്ടുതന്നെ ലൗകിക ജീവിതത്തോട് ഈ അന്തർജനം വിരക്തി കാണിച്ചു. അകാലത്തിൽ ഭർത്താവായ നമ്പൂതിരി മരിക്കുക കൂടി ചെയ്തപ്പോൾ ഗൗരിയുടെ ജീവിതം കൃഷ്ണനു വേണ്ടിയുള്ള അർച്ചനയായി മാറി. ഗൗരിയുടെ കൃഷ്ണഭക്തി മറ്റുള്ളവരുടെ പരിഹാസത്തിന് പാത്രമായതോടെ ഗൗരിക്ക് ഏറെ വേദനയായി. ഏറെ താമസിയാതെ വിധവയായ ഗൗരിയെ വെങ്ങിലശ്ശേരിയിൽ ഉപേക്ഷിച്ച് മനയിലുള്ളവർ അടാട്ട് എന്ന സ്ഥലത്തേക്ക് താമസം മാറ്റി. ആരോടും ഒന്നും മിണ്ടാനില്ലാതെ വിഷമിച്ച ഗൗരിക്ക് ഇതിനകം വയസ്സായി കഴിഞ്ഞിരുന്നു. കുറൂർ മനയ്ക്കലെ അന്തർജനമായിരുന്നതിനാൽ കുറൂരമ്മ എന്നാണ് നാട്ടുകാർ ഗൗരിയെ വിളിച്ചിരുന്നത്. വീട്ടിൽ സഹായത്തിന് ഒരു സ്ത്രീയും അവരുടെ പുത്രനുമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ദിവസം വേലക്കാരിയുടെ പുത്രൻ ചന്തയിൽ പോയി തിരിച്ചു വന്നപ്പോൾ ഒക്കത്ത് ഒരു ചെറിയ കുട്ടിയെ കൊണ്ടുവന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെ കൃഷ്ണചിന്തയിൽ ജീവിച്ച കുറൂരമ്മയ്ക്ക് ഈ കുട്ടിയെ കണ്ടപ്പോൾ ഉണ്ണികൃഷ്ണനെയാണ് ഓർമ്മ വന്നത്. വെറുതെയാണെങ്കിലും അവർ ആ കുട്ടിയോട് ചോദിച്ചു, "എനിക്കാരുമില്ലല്ലോ കൃഷ്ണ, നീയല്ലാതെ. നീ എന്നോടൊപ്പം എപ്പോഴും ഉണ്ടാവണം. എന്നാൽ യശോദയെ ഇട്ടെറിഞ്ഞു പോയതുപോലെ എന്നെ നീ ഉപേക്ഷിക്കരുത്." ഭക്തയായ കുറൂരമ്മയുടെ ആവശ്യം സാധിച്ചു കൊടുക്കുവാൻ ഭഗവാന് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഉണ്ണിക്കണ്ണന്റെ രൂപത്തിലാണ് കുറൂർ മനയിൽ ശ്രീകൃഷ്ണൻ താമസിച്ചത്. കളിച്ചും ചിരിച്ചും കുറൂരമ്മയുടെ വാത്സല്യം നുകർന്നും ഇടയ്ക്കൊക്കെ കുസൃതി തരങ്ങൾ കാട്ടിയും കുറൂരമ്മയിൽ നിന്ന് അടി വാങ്ങിയും ഭക്തവത്സലനായ ഭഗവാൻ കുറൂരമ്മയുടെ അന്ത്യം വരെ കുറൂർ മനയിൽ തന്നെ താമസിച്ചു എന്നാണ് ഐതിഹ്യം. ഒരു ദിവസം വില്വമംഗലം സ്വാമിയാർ കുറൂരമ്മയുടെ വീട്ടിൽ ഒരു പൂജ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഭഗവാന് അർച്ചന നടത്തിയ പുഷ്പങ്ങളെല്ലാം കുറൂരമ്മയുടെ സഹായിയായ കുട്ടിയുടെ കാൽക്കൽ പതിക്കുന്നത് കണ്ട് വില്വമംഗലത്തിന് കാര്യം മനസ്സിലായി. ഭഗവാൻ തന്നെയാണ് കുറൂരമ്മയെ സഹായിക്കാൻ കൂടിയിരിക്കുന്നത് എന്ന് വ്യക്തമായി. മറ്റൊരിക്കൽ പൂജയ്ക്കായി കുറൂരമ്മ കഷ്ടപ്പെട്ട് കുത്തിവെച്ചിരുന്ന അവലിൽ ഉണ്ണിക്കണ്ണൻ ഉമി കലർത്തി വെച്ചു അത്രേ. അരുതെന്നു പറഞ്ഞിട്ടും അനുസരിക്കാതിരുന്ന കണ്ണനെ അരി വറക്കാൻ ഉപയോഗിച്ച ഒരു കലത്തിലിട്ട് കുറൂരമ്മ മൂടിവെച്ചു. അവസാനം പാവം തോന്നി കലം തുറന്നപ്പോൾ വീണ്ടും അവലിൽ ഉമിയിട്ട് ഒറ്റയോട്ടം വെച്ചു കൊടുത്തു കണ്ണൻ. ഈ സമയം വില്വമംഗലം സ്വാമിയാർ പൂജയിലായിരുന്നു. പൂജാസമയത്ത് ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെടേണ്ടതാണ്. എന്നാൽ ഭഗവാനെ കാണാനില്ല. ഇതെന്തതിശയം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കെ ഭഗവാൻ കരിപുരണ്ട വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടു. കുറൂരമ്മ എന്നെ അരിക്കലത്തിലിട്ട് അടച്ചുവെച്ചു എന്ന് ഭഗവാൻ വില്വമംഗലം സ്വാമിയാരോട് പറഞ്ഞു. നാട്ടുകാർക്ക് ഏറെ സഹായങ്ങൾ ചെയ്തു വന്നിരുന്ന കുറൂരമ്മ പെട്ടെന്നൊരു ദിവസം അപ്രത്യക്ഷമാവുകയായിരുന്നു. ശരീരം പോലും ഭൂമിയിൽ അവശേഷിപ്പിക്കാതെ കുറൂരമ്മ പോയത് സ്വർഗത്തിലേക്കായിരുന്നുവെന്ന് വിശ്വാസങ്ങൾ പറയുന്നു. കുറൂരമ്മ താമസിച്ചിരുന്ന വെങ്ങിലശ്ശേരിയിൽ ഉണ്ണിക്കണ്ണനെ പ്രതിഷ്ഠിച്ച ഒരു ക്ഷേത്രം ഇന്നുമുണ്ട്.